പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഉണ്ണിമിശിഹായിൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, ആഗതമാകാൻ പോകുന്ന 2024 മഹാജൂബിലിയിലെ ക്രിസ്മസിൻ്റെ അനുഗ്രഹങ്ങളും മംഗളങ്ങളും ഹൃദയപൂർവ്വം ഏവർക്കും മുൻകൂട്ടി ആശംസിക്കുകയാണ്. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ മഹാജൂബിലിയുടെ ആ ജന്മത്തിരുന്നാളാണല്ലോ നമ്മൾ ആഘോഷിക്കാൻ പോവുക. എനിക്ക് ഈ വർഷം നിങ്ങൾക്ക് നൽകുവാൻ ആഗ്രഹിക്കുന്ന സന്ദേശം ഇതാണ്: മാപ്പേകുന്നതിലൂടെ ക്രിസ്തു ജനനം ഓരോ കുടുംബത്തിലും സംഭവിക്കണം. നമുക്ക് മാപ്പ് നൽകുവാൻ ഒത്തിരി പേരുണ്ട്. അത് നമ്മുടെ സ്വന്തക്കാരാകാം, നമ്മുടെ അയൽവക്കംകാരാകാം, നമ്മുടെ ശത്രുക്കളാകാം, നമ്മുടെ മിത്രങ്ങളാകാം. ഒരുപക്ഷെ നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത ആൾക്കാർ നമ്മുടെ ശത്രുക്കളായെങ്കിൽ അവർക്ക് മാപ്പേകുന്നതിലൂടെ ഈശോ നമ്മുടെ ഹൃദയത്തിൽ രൂപപ്പെടട്ടെ. ദൈവത്തിൻ്റെ ഭാഷ സ്നേഹമാണ്. സ്നേഹിക്കാൻ ഭാഷ വേണ്ട എന്ന് നമുക്കറിയാം, വ്യക്തിയാണ് വേണ്ടത്. അതുകൊണ്ടാണ് ഭാഷ അറിയത്തില്ലെങ്കിലും ലോകത്തിലെ എവിടുത്തെ ഏത് മക്കളെയും നമുക്ക് സ്നേഹിക്കാൻ പറ്റും. മനുഷ്യന് ദൈവത്തോടുള്ള ബന്ധം വീണ്ടെടുക്കുവാനും പുനഃസ്ഥാപിക്കുവാനും കഴിഞ്ഞ ദിനമാണ് ക്രിസ്മസ്. നമുക്കറിയാം, ലോകത്തിലെ ഏത് ആഘോഷങ്ങളിലും ഏറ്റവും ചെലവ് കുറഞ്ഞതാണ് യഥാർത്ഥത്തിൽ ക്രിസ്മസ്. അത് നമ്മൾ ചെലവേറിയതാക്കുന്നതാണ് നമ്മുടെ കുറവ്. ക്രിസ്മസ് ഏറ്റവും ചെലവ് കുറഞ്ഞ തിരുനാളാണെന്ന് പറയുന്നതിന് കാരണം, ഒരു പുൽക്കൂട് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ഒത്തിരി വിലപിടിപ്പുള്ള സാധനങ്ങളൊന്നും ആവശ്യമില്ല. കുറച്ച് കച്ചിയും കുറച്ച് കടലാസും കുറച്ച് മുളച്ച ഗോതമ്പും ഒക്കെ മതി. ഇതിനൊന്നും അധികം വിലയില്ലാത്ത സാധനങ്ങളാണ്. അപ്പം പുൽക്കൂട്ടിലെ കാഴ്ചക്കാരെന്ന് പറയുന്നത് അവരധികം വിലയോ സ്ഥാനമോ ഇല്ലാത്ത കന്നുകാലികളാണ്. പുൽക്കൂട്ടിലെ വിശിഷ്ടമായ അതിഥികൾ ആരെന്ന് ചോദിച്ചാൽ അവർ ഇടയന്മാരാണ്. ഇടയന്മാർക്ക് ആടുകളുടെ മണമുണ്ട്. അവർക്ക് വലിയ വസ്ത്രങ്ങളൊന്നുമില്ല. അവർ മറ്റുള്ളവരാൽ അകറ്റപ്പെടുന്നവരാണ്. കാരണം അവർക്ക് താമസിക്കാൻ ഇടം പോലുമില്ല. ഉണ്ണീശോയുടെ പിള്ളക്കച്ചയായിട്ട് എടുത്തത് യോസേപ്പിതാവിന് ശിരോവസ്ത്രമാണെന്നുള്ള ഒരു പാരമ്പര്യവുമുണ്ട്. അതുകൊണ്ട് തന്നെ യോസേപ്പിതാവിൻ്റെ മനോഭാവം പുലർത്തി അധികം സംസാരിക്കാതെ, എന്നാൽ സ്നേഹത്തിൻ്റെ ഭാഷയിൽ എല്ലാവരെയും സ്നേഹിച്ച് നമുക്ക് ക്രിസ്മസിലേക്ക് കടക്കുന്നതിന് ഇടയാകണം. നമ്മുടെ ജീവിതം ക്രമീകരിക്കുന്നതിലൂടെയാണ് നമുക്കുടെ ക്രിസ്മസ് അനുഗ്രഹമായിട്ട് തീരുക. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 15-16 തിരുവചനങ്ങൾ: ദൂതന്മാർ അവരെ വിട്ട് സ്വർഗത്തിലേക്ക് പോയപ്പോൾ ആട്ടിടയന്മാർ പരസ്പരം പറഞ്ഞു, നമുക്ക് ബേത്ലഹേം വരെ പോകാം. കർത്താവ് നമ്മെ അറിയിച്ച ഈ സംഭവം നമുക്ക് കാണാം. അവർ അതിവേഗം പോയി മറിയത്തെയും ജോസഫിനെയും പുൽത്തൊട്ടിയിൽ കിടക്കുന്ന ശിശുവിനെയും കണ്ടു. അതെ, നമുക്കും ഉണ്ണീശോയെ ഹൃദയത്തിൽ അടുത്തറിയുവാൻ ഈ ക്രിസ്മസ് കാരണമായി തീരട്ടെ. അതിനുള്ള അനുഗ്രഹം ദൈവികാരൻ്റെ നാഥൻ പുൽക്കൂട്ടി പിറന്ന ഈശോ നമുക്ക് പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.